മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നവവൈദികനായ മെൽവിൻ ചൊവ്വല്ലൂരിനെ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു. മറ്റം ഇടവക ദേവാലയത്തിൽ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് രാമനാഥപുരം മെത്രാപ്പൊലീത്ത മാർ പോൾ ആലപ്പാട്ടിന്റെ കാർമ്മികത്വത്തിലാണ് തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ നടന്നത്. നവവൈദികന്റെ മാതാപിതാക്കളുടെ കൈവെപ്പ് ശുശ്രൂഷയെ തുടർന്നാണ് മറ്റം ചൊവ്വല്ലൂർ ചാക്കോച്ചൻ ഓമന ദമ്പതികളുടെ മകനായ മെൽവിൻ ചൊവ്വല്ലൂരിന്റെ തിരുപ്പട്ട സ്വീകരണ ചടങ്ങിന് തുടക്കമായത്. വാഗ്ദാന പ്രതിജ്ഞയ്ക്ക് ശേഷം മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായി തിരുപ്പട്ട സ്വീകരണത്തിന്റെ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. ലൗകിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രതീകമായി നവവൈദികന്റെ മുടിമുറിക്കൽ നടന്നു. തുടർന്നുള്ള തിരുകർമ്മങ്ങൾക്കിടെ മുഖ്യ കാർമ്മികൻ കൈവെപ്പ് നടത്തിയതോടെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ പ്രധാന ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഇടവകാംഗങ്ങളായ വൈദികർ, രൂപതയിലെ മറ്റു വൈദികർ തുടങ്ങിയവർ തിരുപ്പട്ട ചടങ്ങിൽ സഹകാർമ്മികരായി. തിരുപ്പട്ട സ്വീകരണത്തെ തുടർന്ന് നവവൈദികനായ ഫാദർ മെൽവിൻ ചൊവ്വല്ലൂർ പ്രഥമ ദിവ്യബലിയും അർപ്പിച്ചു. മറ്റം ഇടവകപ്പള്ളിയിലെ സെന്റ് തോമസ് കുടുംബ കൂട്ടായ്മയിലെ ചൊവ്വല്ലൂർ ചാക്കോച്ചൻ ഓമന ദമ്പതികളുടെ മൂത്ത മകനാണ് ഡീക്കൻ മെൽവിൻ. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് ഡീക്കൻ മെൽവിൻ വൈദിക പഠനത്തിലേക്ക് തിരിഞ്ഞത്. വടക്കുകാട് സെന്റ് മേരീസ് മൈനർ സെമിനാരി, തൃശൂർ മേരിമാത മേജർ സെമിനാരി, കോട്ടയം വടവാത്തൂർ സെന്റ് തോമസ് അപ്പോസ്തലിക് സെമിനാരി എന്നിവിടങ്ങളിലായി വൈദിക പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് വൈദിക ജീവിതത്തിലേക്ക് ഫാദർ മെൽവിൻ ചൊവ്വല്ലൂർ പ്രവേശിക്കുന്നത്. ഡെൽവിൻ, ബ്രദർ ആൽവിൻ ചൊവ്വല്ലൂർ എന്നിവർ സഹോദരങ്ങളാണ്.